കുസാള് ചിരി കളിയെല്ലാം ഉണ്ട്. ഇത് പറഞ്ഞിട്ടാകുമ്പോ വന്ന ആൾക്കാർ വിചാരിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങി ഇങ്ങനെയാ, ഇത്ര വലിയ ആളായിട്ട് ഇങ്ങനെ ഇബാദത്ത് മതിയാ? അത് തീരന്മാരൊക്കെ തിരുന്നിട്ട് ചിരിച്ചോണ്ടും കളിച്ചോണ്ടും അത് റസൂലുള്ളാഹിക്ക് പറ്റുവാണിയാ? ബുഖാരിന്റെ ഹദീസാണ്. ഞാൻ നമ്പറും ചെല്ല, ഞാൻ നാളെ ആരും ക്ലിപ്പാക്കില്ലെങ്കിൽ മതി. 5063-ാമത്തെ ഹദീസ്, ബുഖാരി ഷരീഫിന്റെ ഹദീസാണ്. സ്വഹിയായ ഹദീസ്. ബുഖാരിന്റെ ഹദീസ് അല്ലെങ്കിൽ പിന്നെ ചോദ്യമില്ലല്ലോ. അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി. ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഒരു മുഅ്മിനായ മനുഷ്യൻ കണ്ണടച്ച് വിശ്വസിക്കേണ്ട കിതാബാണ് ബുഖാരി. ചോദ്യം ചെയ്യാൻ പാടില്ല. സൽപ്പിയല്ല കുൽപ്പിയായെങ്കിൽ മോശമില്ല, ചോദ്യം ചെയ്യപ്പെടാതെ സ്വീകരിക്കപ്പെടേണ്ട കിതാബാണ് വിശുദ്ധമായ ബുഖാരി. ഇമാം ബുഖാരി തങ്ങളെ കിതാബ്. ആ ബുഖാരിന്റെ ഹദീസാണ് മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇബാദത്തിനെ കുറിച്ച് അതാ അവർ വന്നിട്ട് ചോദിച്ച നേരം അവിടുന്ന് പറയപ്പെട്ടു, അതേ നബി തങ്ങളെ നിസ്കാരം ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോ ഒരാൾ പറഞ്ഞു, എങ്കിൽ അമാനാ ഉസല്ലി ലൈല ഫഇന്നി ഉസല്ലി ലൈല അബദാ. ഞാനന് രാത്രി ഒരു മിനിറ്റ് പോലും ഉറങ്ങല, ഞാനന് ഫുള്ളായിട്ട് നിസ്കരിക്കുക തന്നെ. ഒരു സാബി പറഞ്ഞു, നബി തങ്ങൾ അങ്ങനെ ആക്കിനെങ്കിൽ ഞാൻ അങ്ങനെ ആക്കിയാല. ഓൻ സൂപ്പിനെ കാട്ടി അപ്പുറമായി പോയി. ഓൻ ചെല്ലങ്കാല സഹാബത്താണ്, അത് സബകുലിസാനാണ്. അല്ല, ചില ആൾക്കാർ അങ്ങനെ ഉണ്ട്. പുസ്തകന്മാർ ഏതൊരെല്ലാം കാണുമ്പോ ഓന്റെ തസ്ബീഹ് ഓന്റെ ദിക്റെല്ലാം അയാൾ സൈഡിലൊക്കെ മൂത്രിക്കാൻ റൂമിലൊക്കെ അവർ പോട്ടാല തസ്ബീഹില്ല മണ്ണൂല അലക്കയില്ല. അത് ഓന്റെ വിചാരം ഇയാളെ കാട്ടി വലിയ സൂപ്പി ഞാനാണോ? അങ്ങനത്തെ സൂപ്പിൽ കുതിരം കോജരാജാവുന്ന നീ ആണ്ട. അത് മനുഷ്യന്മാർക്കുള്ള ഏർപ്പാടാണ്. അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യും. ചെറുതായെങ്കിലും സാരമില്ല, കുറച്ചായെങ്കിലും സാരമില്ല. ഖൈറുൽ അഅ്മാലി ഔസത്തുഹാ വഅദ്വമുഹാ. ചിക്കദാദറു ചൊക്കവാകിറലി അതിദായിമയാകിറലി ഹബീബുനാ റസൂലുള്ളാഹി വർക്കപ്പറ മുസ്തഫായ റസൂലുള്ളാഹി. ഈ സഹാബി പറഞ്ഞെന്തറിയാ, ഇനി മുതൽ ഞാൻ രാത്രി ഉറങ്ങാല, ഞാൻ എപ്പോഴും നിസ്കാരത്തിലാണ്. വഖാലാഖിറൻ, മറ്റാള് പറഞ്ഞു, അന അസൂമുദ്ദഹറ വലാ അഫ്തിറു. ഞാനെന്നെ 360 നാളും നോമ്പ് നോക്കും, ഞാനെന്നെ നോമ്പ് വിടല. മറ്റാള് പറഞ്ഞു വഖാലാഖിർ, മറ്റാള് പറഞ്ഞു അന അത്സിലുൻ നിസാ ഫലാ തസവ്വജു അബദാ. ഞാനന് പെണ്ണ് കെട്ടുന്ന വിഷയമേ ഇല്ല. പെണ്ണ് കെട്ടിയെങ്കിൽ പിന്നെ അവളെ ബിരുദിന് കൊണ്ടുപോകണോ, ഇടക്കിടക്ക് ആശുപത്രി കൊണ്ടുപോകണോ, അതിൻ്റെ ഇടക്ക് 3 നേരം ചോറും കൊടുക്കണോ, പണിക്ക് പോകണോ, പിന്നെ ഇതിൻ്റെ ബാക്ക് നയി തസ്ബീഖും ദിക്റിനും സലാത്തിനും ഏർവാടിക്കും മുത്തുപേട്ടക്കും ഒന്നും പോകാൻ ടൈമേ കിട്ടാല. അതുകൊണ്ട് ഞാൻ ഇനി പെണ്ണ് കെട്ടുന്നില്ല. അല്ല ഉസ്താദെ, അന്നേ ഏർവാടി ഉണ്ടാകുന്നതിന് നാളെ കേട്ടിട്ടുണ്ടാ? ഞാൻ നിങ്ങൾക്ക് തിരിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെല്ലിയേ. ഇപ്പൊ കുറെ അങ്ങനത്തെ കുറെ സൂപ്പിമാറുണ്ട്. അതൊന്നും ഇസ്ലാമിയത്തല്ല. മഹാന്മാരുടെ മശായിഖുമാരുടെ അല്ലാഹുവിന്റെ ആരിഫ്യങ്ങളുടെ ലോകം, അത് ഞമ്മ സൈഡ് വെക്കാം. ഞമ്മ സാധാരണക്കാരനായ ഒരു ബോധമുള്ള ഒരു ശരാശരി മുഅ്മിനിന്റെ ജീവിതമാ പറയുന്നത്. അല്ലാണ്ട് മജ്ദൂബീങ്ങളോ അതല്ലെങ്കിൽ അതിന്റെ അപ്പുറമുള്ള ദർജയിലേക്ക് എത്തിയ മഹാന്മാരെ പറ്റിയല്ല. സാധാരണക്കാരായ ചില ആൾക്കാർ അവരങ്ങനെ പറയും, ഞാൻ എപ്പോഴും ഉറങ്ങാതെ നിസ്കരിക്കോ രാത്രി, ഞാൻ ഇനി പെണ്ണ് കെട്ടുന്ന വിഷയമില്ല. പെണ്ണ് കെട്ടിയെങ്കല്ലേ ഞങ്ങൾക്ക് കിട്ടല്ല അഡം വരുന്ന, അവിടെ വേണ്ട പോലെ നിസ്കരിക്കാനാന്നില്ല, ടൈമിന് ഖുർആൻ ഓതാനാന്നില്ല. അല്ലേ പണ്ടെങ്കിലും പണ്ടേ ചെല്ലലുണ്ട്, അല്ലെങ്കിലും പണ്ടേ ചെല്ലലുണ്ട്. പെണ്ണ് കെട്ടലോട് കൂടി കണ്ണും പൊട്ടി അല്ലേ? സത്യത്തില് കണ്ണൊന്നും പൊട്ടൊന്നുമില്ല. അത് കെട്ടുമ്പോ രണ്ടാളും ആൽച്ചനാക്കി കെട്ടിയെങ്കിലായി. കെട്ടിക്കുന്നോറും അങ്ങനെ ബാപ്പ ഉമ്മ കാക്ക കാരണവർ എളാപ്പ ബാപ്പ എന്നല്ല ഇല്ല. കുറെ ആള് ഓർ കെട്ടിക്കുമ്പോഴും കുറച്ച് ജാഗ്രതയിൽ അങ്ങും ഇങ്ങലും നോക്കിയിട്ട് കെട്ടിച്ചെന്ന് കണ്ടെങ്കിൽ കണ്ണും പൊട്ടാല കാതും പൊട്ടാല. അല്ലെങ്കിൽ കണ്ണ് മാത്രല്ല എല്ലാം പൊട്ടും. ഞമ്മളെ പള്ളിയിൽ തന്നെ നമുക്കൊരു അനുഭവം ഉണ്ടായി. വേണ്ട 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 ഞമ്മളെ പള്ളിയിലെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. അതറിയാം ഞങ്ങ ഇങ്ങനെ രാത്രി പിന്നെ ഈ ഭക്ഷണം എല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ സ്റ്റാഫെല്ലാം ഉണ്ട്. ഇപ്പല്ല കുറെ മിന്നെ ഇമാമുണ്ട്, സദറുണ്ട്, മുഖ്രി ഉസ്താദ്, മാലുമാർ എല്ലാവരും ഉണ്ട്. ഞാൻ ഇങ്ങനെ കുറച്ച് നേരം വിഷയം പറഞ്ഞു. അങ്ങനെ ചിലപ്പോൾ വിഷയം അങ്ങനെ പോയി പോയത് മസാല ചർച്ച അല്ല ആയി. ചിലപ്പോൾ രാത്രി 12 മണി 1 മണിയല്ല. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പള്ളിന്റെ സിറ്റ് ഔട്ടിലിരുന്നിട്ട് ഇങ്ങനെ മുണ്ടിക്കൊണ്ടിരിക്കുമ്പോ
പള്ളിന്റെ ഗേട്ടും തുറന്നിട്ട് പുതിയ ആപ്പിള് വരുന്നതാണെന്ന്, പുതിയ ചൂട് പുതിയ ആപ്പിള് 3-4 നാളായിട്ട് മങ്ങലായിട്ട്. ഓൾഡ് മാൻ അല്ലേ, ഫ്രഷ്. അതും വരുന്നങ്ങണറിഞ്ഞ 1:10 പള്ളിന്റെ ഗേറ്റിനുള്ളിലേക്ക് വരുന്നങ്ങണറിഞ്ഞ നല്ല പുതിയ ഒല്ലും പുതിയ തലങ്ങണിയും കയ്യിൽ പിടിച്ചിട്ട്. ഇത് പുതിയ തലങ്ങാണിയും പുതിയ ഒല്ലും എനിക്ക് അങ്ങനെ അറിഞ്ഞ ഉസ്താദ് അല്ലേ? നിങ്ങളുടെ ഡൗട്ടാതല്ലേ ഇപ്പൊ അല്ലേ? ഞങ്ങൾക്ക് അറിയാം എന്തറിഞ്ഞ കഥ. 3 നാൾക്ക് പിന്നെ മൗലി തോതുമ്പോ കിതാബ് വെച്ചിനാ തലങ്ങാണിയിലാണ് കൂർത്തോണ്ട്. കിതാബ് വെച്ചിനാ തലങ്ങാണി, പുതിയ തലങ്ങാണിയും പുതിയ ഒല്ലോ പിടിച്ചിട്ട് പള്ളിന്റെ ഗേറ്റ് ഉള്ള സുബ്ഹാനല്ലാഹ് പുതിയ ആപ്പിള. അസ്സലാമു അലൈക്കും സാർ. വാലിസ്ലാം. നീ ഉറങ്ങിയിട്ടില്ലേ? ഇല്ല, ഞങ്ങൾ വിഷയം കൂടി വാക്കില്ല. നീ ഞാനും ഉറങ്ങിയിട്ടില്ല സാർ. എന്ത് ഉറങ്ങാത്ത ഒത്തു പറ. പുതിനാട്ടിയില്ലേ? പുതിനാട്ടിയാണ് സാർ. പള്ളി തലങ്ങാണി ഒല്ലെടുത്ത് കൊടുക്കണ്ടേ? ഇത് ഇത് എന്ത് നാവു ഇപ്പോഴേ ജകള ജണ്ടി കാളക 3 ഇനെന്താവും? ഇത് ഏടക്കെത്തും. ഇത് സംഗതി എന്തറിഞ്ഞ ദീനും നോക്കില്ല, നിലപാട് നോക്കില്ല, ഒന്നും നോക്കിയില്ല. നല്ല 1.5 തെറിക്കുന്ന ബൾബുണ്ടോ എന്ന് പറഞ്ഞിട്ട്, ചന്തമുണ്ടോ എന്ന് പറഞ്ഞിട്ട് ചന്തത്തിന്റെ ബാക്കത മാത്രം നോക്കിയതാണ്. പാറുന്ന പൈസണ്ട്, അത് മാത്രം നോക്കി. ആ നോക്കിയപ്പോഴാണ് തലേണെടുത്തിട്ട് പള്ളിക്ക് വരേണ്ടി വന്ന്. അതേ സമയത്ത് നിങ്ങൾ നോക്കേണ്ടത് ദീനാണ്. ഹബീബുൽ വറാ റസൂലുള്ളാഹ് നബി പറഞ്ഞല്ല, തുൻകഹുൽ മർഅതു ലിഅർബഇൻ ലിമാലിഹാ വലിജമാലിഹാ വലിഹസബിഹാ വലിദീനിഹാ ഫൽഫർ ബിദാത്തിദ്ദീൻ. ഹബീബുൽ വറാ റസൂലുള്ളാഹ്. തുൻകഹുൽ മർഅതു ലിഅർബഇൻ, 4 കാര്യങ്ങൾ മാനദണ്ഡമാക്കിയിട്ട് 4 കാര്യങ്ങൾ നോക്കിയിട്ട് പെണ്ണ് കെട്ടുന്ന ഏർപ്പാട് പണ്ടേയുണ്ട്. അതാണ് ഹദീസിന്റെ അർത്ഥം. പെണ്ണ് കെട്ടണമെന്നല്ല, അങ്ങനെ നോക്കിയിട്ട് പെണ്ണ് കെട്ടുന്ന ഒരു ശീലം ഉണ്ട്. ഏതല്ല 4 കാര്യം? ലിമാലിഹ, പെണ്ണിന്റെ മുതൽ നോക്കി, സ്വത്ത് നോക്കിയിട്ട അവക്ക് തോട്ടമുണ്ടാ, അടക്കമുണ്ടാ, പൊന്നെത്ര തരും, വെള്ളി എത്ര തരും എന്നൊക്കെ നോക്കിയിട്ട് പെണ്ണ് കെട്ടുന്ന ഏർപ്പാട് പണ്ടേ ഉണ്ട്. ഒലി ജമാലിഹ, അവളെ ഗ്ലാമർ നോക്കിയിട്ട് കെട്ടുന്ന ഏർപ്പാടുണ്ട്. ഒലി ഹസബിഹ, വലിയ തറവാടുകാരല്ല, വലിയ തറവാടുകാരിയല്ല, വലിയ തറവാട്ടുകാരിയല്ല, വലിയ മനത്തണ, വലിയ കുള, വലിയ തറവാട് എന്ന് പറഞ്ഞിട്ട് ആ നിലക്ക് കുടുംബത്തിലല്ല ഉള്ളവളല്ലേ എന്ന് പറഞ്ഞിട്ട് പെണ്ണിനെ സെലക്ട് ചെയ്യുന്ന ഏർപ്പാടുണ്ട്. ഒലിദീനിഹ, നല്ല നടപടി, ദീന്, സംസ്കാരം, അച്ചടക്കം, ഇത് നോക്കിയിട്ട് കെട്ടുന്ന സ്വഭാവവും സംസ്കാരവും ഉണ്ട്, ഏർപ്പാടുമുണ്ട്. ചന്തം നോക്കിയിട്ട് കെട്ടലുണ്ട്, പെണ്ണിന്റെ മുതൽ നോക്കിയിട്ട് കെട്ടലുണ്ട്, പെണ്ണിന്റെ കുടുംബം നോക്കിയിട്ട് കെട്ടലുണ്ട്, പെണ്ണിന്റെ ദീന് നോക്കിയിട്ടും കെട്ടലുണ്ട്. ഇങ്ങനെയുണ്ടെങ്കിലും മുസ്തഫായ റസൂലുള്ളാഹി തീർത്തു പറയുന്നു, ഫൽഫർ ബിദാത്തിദ്ദീൻ, നിങ്ങ ദീനുള്ളവളെ നോക്കിയിട്ട് കെട്ടിക്കോ, നിങ്ങ വിജയിക്കും കേട്ടോ. അല്ലെങ്കിൽ 4 തലേണ എടുത്തിട്ട് പള്ളിന്റെ ഉള്ളിലേക്ക് ഉറങ്ങേണ്ട ഗതികേട് വരാ. നല്ലോണം ജാഗ്രത. ദീനുള്ളവളെ നോക്കിയിട്ട് കെട്ടിയെങ്കിൽ പ്രശ്നമില്ല. അവിടെ പിന്നെ യുദ്ധം നടക്കാനില്ല. അവൾക്ക് സ്നേഹം എന്തെന്നറിയാ, അവർക്ക് ഭർത്താവ് ആരാണെന്നറിയാ, ആദരിക്കേണ്ടത് എങ്ങനെയെന്നറിയാ, ഭർത്താവിന്റെ മുമ്പിൽ എങ്ങനെ വേണോന്നറിയാ, ഭർത്താവിനും അതുപോലെ അറിയാ. ദീനീ ബോധമുള്ളവനെ നോക്കിയിട്ട് കെട്ടണോ. ചന്തം നോക്കണ്ട എന്നർത്ഥമില്ല, മുതല് നോക്കണ്ട എന്നർത്ഥമില്ല. മുതല് നോക്കണ്ട എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നീ ഇനി കച്ചവടാക്കാൻ പോണ്ട, നീ കച്ചവടാക്കാൻ പോണ്ട. ഇപ്പൊ അങ്ങനെ, ഇപ്പൊ അത് പിന്നെയും കുറഞ്ഞിനല്ലേ. ഇപ്പൊ ചെക്കന്മാർക്ക് കുറഞ്ഞിനി, എന്നെങ്കിലും കാക്ക ഉപ്പാപ്പ വിട്ടിട്ടേ ഇല്ല. ഈ എല്ലാത്തിന്റെ ഇടയിൽ അഡ്ഡം വരുന്ന കുറച്ച് തൊണ്ടന്മാരുണ്ട് എല്ലാ നാട്ടിലും ഉണ്ട്. ചില ചെക്കന്മാർ ഞങ്ങൾ എന്നെ ചെല്ലുന്ന ഉസ്താദെ കാര്യമായിട്ട് ദ്വാരക്കൊണ്ട് ഉസ്താദ് നല്ലൊരു പെണ്ണിനൊന്ന് കിട്ടാന്. നല്ല പെണ്ണില്ലെങ്കിൽ അല്ല ഇപ്പത്തതെല്ലാം കാണുമ്പോ ഇങ്ങനത്തത് വേണ്ട ഉസ്താദ്. നമ്മളെ ജീവിതവും ബർബാദാവും, നായി നക്കിയിട്ട് പോകും. പിന്നെ അതുകൊണ്ട് കുറച്ച് ദീനും ബോധമെല്ലാം ഉള്ള ഒരു പെണ്ണ് കിട്ടി നല്ലേ എന്ന് ചെല്ലുമ്പോ ഇൻഷാ അല്ലാഹ് ദ്വാരക്ക് ഇൻഷാ അല്ലാഹ് ഖൈറായത് എത്തിക്കട്ടാ. പിന്നെ കാസിഫനൊന്നും കാസിഫന് എനക്ക് വേണ്ട ഉസ്താദ്. പിന്നെ പാപ്പ വിടുന്നില്ല. ആരുവിടുന്നില്ല? നീ എളുപ്പത്തിൽ ചെല്ല്, നീ ഒന്നും കണ്ടീഷൻ വെക്കണ്ട, നീ ചെല്ലേ. ഓക്കെ, കാസിഫിന്റെ അടുത്തിലെ വേണം പാപ്പ. നിങ്ങളെ കെട്ടി എന്നൊന്നും 4 കെട്ടല്ലേ, നിങ്ങളെ കെട്ടി. എന്താ നിനക്ക് ആ ബാറ്ററി ഇല്ലേ?
ആ നട്ടല് നിൽക്കില്ലേ? ബാക്കി എല്ലാത്തിനും ഉണ്ടല്ലോ നട്ടല്. ഇത് ചെല്ലണോ നീ ബാപ്പ? അങ്ങനെ പണ്ടവും പൊന്നും കണക്ക് പറഞ്ഞിട്ട് മേങ്ങിട്ട് കൊണ്ടുവരാന് സുബ്രഹ്മണ്യത്ത് പോത്തന് കൊണ്ടിരുന്നല്ല ഞാന്. ഞങ്ങളെ ജീവിതത്തിലേക്ക് ഒരു പകുതിയായിട്ട് ഇണയായി തുണയായി ഒരു ഭാര്യയെ, എന്റെ മക്കളെ ഗർഭം ധരിക്കേണ്ട ഒരു പെണ്ണിന്, എന്നെ നോക്കി പോറ്റേണ്ട ഒരു പെണ്ണിന്, നിങ്ങൾക്ക് സഹായം നൽകേണ്ട ഒരു പെണ്ണിന്, മതബോധമുള്ളൊരു പെണ്ണിന് നിങ്ങൾ നോക്കിക്കോളൂ പപ്പോ. വേറെല്ലാം അല്ല തരും കേട്ടോ. അത് ഖുർആനല്ലേ. കയ്യിലെ കാശില്ല പൈസയില്ല എന്ന് പറഞ്ഞിട്ട് മങ്ങലാവാണ്ടിരിക്കണ്ട. അവളെ കാശ് നോക്കിയിട്ട് മങ്ങൽത്തിന് തുള്ളയും വേണ്ട. അതില് ബർക്കത്തില്ല. പെണ്ണിന്റെ കാശ് മേങ്ങിയിട്ട് ഇന്നോളം പെണ്ണ് കെട്ടിയോന്റെ കടം തീർന്നിട്ടില്ല. അവന്റെ കീശയില് പൈസയില്ല. 3-ന്റെ അന്ന് ബിരുന്നിന് പോകുമ്പോ കാറിന് പെട്രോൾ അടിക്കാൻ ചങ്ങായിന്റെ 200 ഗൂഗിൾ പേ ആക്കാനാ പുതിയാപ്പിള പറഞ്ഞ. ഏത് പുതിയാപ്പിള? 5 ലക്ഷം കാശി അല്ലെങ്കിൽ 40 പൗണ്ട് മേങ്ങിയ ചങ്ങായി എല്ലാം കാലി. ചോദിച്ചിട്ട് മേങ്ങുന്നതില് ബർക്കത്തില്ല. അവരായിട്ട് തരുന്നതില് ബർക്കത്തുണ്ട്. അതവരിഷ്ടം പോലെ, അതവരെ സൗകര്യം പോലെ. അവരെ മോൾക്കല്ലേ, അവരെ കരളിനല്ല, അതവരിഷ്ടം പോലെ ആയിക്കോട്ടെ. നീ നോക്കേണ്ടത് ഒന്നാമത്തെ പരിഗണന ദീനാണ്. ചന്തം മാത്രം നോക്കല്ല കുഞ്ഞ്. എണീക്കണ്ട. നിർത്താനായി 10 മിനിറ്റ് മാത്രം ബാക്കിയുള്ള എന്റെ വിഷയം തീർന്നിട്ടില്ലെങ്കിലും 10 മിനിറ്റ് മാത്രമേ ഉള്ള. നിങ്ങൾ എല്ലാവരും ഒന്നിരിക്കും. ഒരുപാട് നൂറുകണക്കിന് വിശ്വാസികളുള്ള മജ്‌ലിസ്. ഞങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങൾ ബേജാറുകളെല്ലാം ഉണ്ട്. ആരോടും പറയാത്ത വിഷമങ്ങളുള്ളവരുണ്ട്. എല്ലാം ഞങ്ങൾക്ക് ഈ മഹാന്റെ ഹദറത്തിൽ വെച്ചിട്ട് ദുആരക്ക. അല്ലാഹു ഞങ്ങളെ വിഷമവും ബേജാറും തീർത്തു തരട്ടെ. ചന്തം നോക്കിയിട്ട് മാത്രം കെട്ടണ്ട. ഇരുന്നോളൂ. അല്ലെങ്കിൽ നേരെ സ്ഥലം വിട്ടോളി. ഇരിക്കുന്ന നേരെ ഇരുന്നിട്ട് കേട്ടോളി. സ്വർഗത്തിന്റെ മജ്‌ലിസ് നിങ്ങൾ ഐലിയിലെ പോകുമ്പോൾ സ്വർഗത്തിന്റെ മജ്‌ലിസ് ആന്നില്ല. ഇതിന്റെ അപ്പുറം സ്വർഗത്തിന്റെ മജ്‌ലിസ് അല്ല. ഇന്നീ എന്ത് നഗർ? ധർമ്മനഗർ അല്ലേ? ഈ നഗറെല്ലാം അടുത്തനായനെ കൊണ്ട് മിസ്സാ. ഞാൻ അവിടെ ന്യൂസ് ചാനൽ തന്നെ കേട്ട എന്താ പറഞ്ഞാൽ ഗാന്ധിനഗർക്ക് പറഞ്ഞോ പറഞ്ഞോട് ഗാന്ധിനഗർക്ക് വരുന്നത് മറ്റൊന്ന് ധർമ്മനഗർക്ക്. അത് ഈ നഗരല്ല മിസ്സാണ് സാധാരണ അല്ലേ? ഏത് പാട്ട് ഇന്ന് നല്ലോണം ജാഗ്രതാക്കണം. പണ്ടത്തെ പോലല്ല. ഇന്ന് വേദെല്ലാം ചെല്ലുമ്പില്ല മനുഷ്യന്മാർ എങ്ങനല്ലേ എഡിറ്റാക്കെന്ന് പറഞ്ഞാൽ. ചില മനുഷ്യന്മാർക്ക് അതന്നെ പണി, വേറെ പണിയില്ല. ഒന്നാമത് എഡിറ്റാക്കിന് മനുഷ്യനെ ഫിത്തനാക്ക, എവിടക്കാക്ക. രണ്ടാമത് പൈസ ആക്ക. അതിന് ഇട്ടിട്ട് യൂട്യൂബിൽ ഇട്ടിട്ട് കയറ്റിയിട്ട് വ്യൂസ് കൂടിയെങ്കിൽ, സബ്സ്ക്രൈബ് കൂടിയെങ്കിൽ, ഷെയർ കൂടിയെങ്കിൽ മണിയേ ദൊഡപ്പ. പിന്നെ ആര് ചത്തങ്ങന്ത്, ആര് ഫിത്തനായങ്ങന്ത്. ആ തങ്ങളെ ചൊല്ലി ഈ തങ്ങളെ ചൊല്ലി 4 നാക്ക് പിന്നെ എന്റെ ക്ലിപ്പിട്ടിട്ട് മഹാനരായ കുമ്പോൾ തങ്ങളെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ക്ലിപ്പാക്കി. ഇപ്പൊ നോക്കുമ്പോ അതേ ക്ലിപ്പിന് എന്റെ ക്ലിപ്പിന് ഇട്ടിട്ട് മഹാനായ സയ്യിദുൽ ഉലമാനെ പറഞ്ഞു. അതേ പ്രസംഗം 4 നാക്ക് പിന്നെ കുമ്പോൾ തങ്ങൾക്ക്. ഇപ്പത് സയ്യിദുൽ ഉലമാക്ക്. ഇനി 12 കഴിഞ്ഞ മഹാനരായ ഞങ്ങളെ എല്ലാമായ ശംസുദ്ദീൻ തങ്ങൾക്ക് വെച്ചിട്ടും വരും. ക്ലിപ്പാക്കുന്നോന്റെ കുരുത്തക്കേട് അവർ അനുഭവിച്ചോട്ടെ, നമുക്കൊന്നും പറയാനില്ല. ഞാൻ ഇത് പറഞ്ഞതിനറിഞ്ഞ മുണ്ടുമ്പോ ജാഗ്രത ആക്കണോ. ഞാൻ ധർമ്മനഗറും ചെല്ലിനോട് ഗാന്ധിനഗർ നാളെ ക്ലിപ്പ് വരും. അതിനൊരു സാമ്പിൾ ചെല്ലി. ഞാൻ വിഷയം പറഞ്ഞല്ലേ, നിങ്ങളൊന്നും ടെൻഷൻ ആക്കണ്ട. ബിടി ഹല്ലുവല്ലി ബിടി ഞാൻ ചെല്ലിട്ടുമില്ല, നിങ്ങൾ കേട്ടിട്ടുമില്ല. ബിടി എന്നൊരു പിത്തനാക്കണം. എന്തതിന്റെ ആവശ്യം എന്ത്? എല്ലാരെയും ആദരിക്കുക. സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ ആലിമീങ്ങളെ, എല്ലാ മഹാന്മാരെ, എല്ലാ സാദാത്യങ്ങൾ, അവർ ദീനിന്റെ ഷിയാറുകളാണ്. അവർ ദീനിന് വേണ്ടി മാത്രം ജീവിക്കുന്നവരാണ്. സമുദായത്തിന്റെ ഈമാന് രക്ഷപ്പെടണമെന്ന് മാത്രം ചിന്തിക്കുന്നവരാണ്. ഇത് ആരും പേടിച്ചിട്ട് സോപ്പെടുന്ന വിഷയമല്ല. ഇത് ഈമാനിന്റെ ഭാഗമാണ്. ഏത് ഗ്രൂപ്പുകാരനും സോപ്പെടുന്ന വിഷയമല്ല. ഇത് ഈമാന്റെ ഭാഗമാണ്. ഗ്രൂപ്പ് എല്ലാവർക്കും ഉണ്ട്, എനക്കുണ്ട്. ഞാൻ കരകളഞ്ഞ സമസ്തക്കാരനാണ്. അതെന്റെ മനസ്സിൽ, എന്റെ പേരുടെ ഉള്ളിൽ ഉള്ള സ്റ്റേജിലും മൈക്കന്റെ തുറലും ഉള്ള പള്ളിയിലും പറ്റൊന്നും ഗ്രൂപ്പ് കാട്ടാക്കാനില്ല. എല്ലാവരും അങ്ങനെ. ഗ്രൂപ്പ് ഏതായാലും എന്താ, അവർ ആലിമീങ്ങളല്ലേ? സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ
കഅന്നഹും ഫി ഉജൂഹിൽ അർളി യഖ്മാറു. അവർ ഈ ഭൂമിയിലെ വെളിച്ചമാണ്, അവർ ഈ ഭൂമിയിലെ നിറദീപങ്ങളാണ്, അവർ ഈ ദീനിന്റെ ഏറ്റവും വലിയ അടയാളങ്ങളാണ്. അല്ലാഹു തആല സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ ആലിമീങ്ങൾക്കും, എല്ലാ സാദാതീങ്ങൾക്കും, എല്ലാ നേതാക്കൾക്കും, എല്ലാ ഉമറാക്കൾക്കും അല്ലാഹു ആരോഗ്യമുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. ആരോഗ്യമുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. ആരോഗ്യമുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ ചൊല്ലിട്ടില്ലേ? ഗ്രൂപ്പിന്റെ ഭിത്ത് കേറിനാൻ. അല്ലാഹു ഞങ്ങളെ എല്ലാവരെയും കാത്തു സലാമത്താക്കട്ടെ. ഞാൻ നിങ്ങളെ പറഞ്ഞല്ല, ഒന്നാമത് എന്റെ സ്റ്റൈലിങ്ങാണ്, അതെല്ലാവർക്കും പിടിക്കുന്നില്ല. അള്ളാഹു ഞങ്ങളെ നല്ല സ്വഭാവത്തിന്റെ ഹെലികാരിൽ ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ടുപെടുത്തട്ട്. രണ്ടാമത് എനക്കായ ഉള്ളന് ചെല്ലിട്ടെന്നെ പോയിറ, നിങ്ങത്തെ പോയ പോകുമ്പോ 10,000 തരും, 15,000 തരും എന്ന് പറഞ്ഞിട്ട് ഞാൻ മൂടി വെച്ചങ്ങാവാ. 10,000 ഇല്ല ആചാർ, ആ ഒരു 500 കുറക്കി വലിയ വിഷയൊന്നുമില്ലേ? അല്ല, നിങ്ങൾ പൈസ തരുമോ, നിങ്ങൾ ആനാക്കും ചേരാക്കും ഞാൻ ഉള്ളനെ പറയാണ്ടിരിക്കണ, അതിന്റെ ആവശ്യമില്ല. വയല് കിട്ടും കിട്ടാതിരിക്കും, അത് വേറെ വിഷയം. ഞങ്ങളെ ജാക്കി വെക്കുന്നവരുണ്ടാവും, ഞങ്ങളെ പിരികേറ്റുന്നവരുണ്ടാവും, എല്ലാരും ഉണ്ടാവും. അവിടെ അതിനൊന്നും ആരും വശംവദരാകണ്ട. അള്ളാന്റെ ദീനിന്റെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസധാര, അത് മുറുകെ പിടിച്ച് ജീവിക്കുക, അത് മാത്രമാണ് ഹക്ക്. അതിന്റെ അപ്പുറമുള്ളതെല്ലാം ബാത്തില. അല്ലാഹു തആല സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ കാഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. ഇരിക്കട്ടെ. അപ്പോ ആ നിലക്ക് ദീനുള്ളവനെ നോക്കിയിട്ട് കെട്ടണം. മുസ്തഫായ റസൂലുള്ള പറഞ്ഞത് അങ്ങനെയാണ്, ഹബീബായ റസൂലുള്ള പറഞ്ഞത് അങ്ങനെയാണ്, പരിശുദ്ധമായ ദീന് പറഞ്ഞത് അങ്ങനെയാണ്. ദീനില്ലാത്തവരെ നോക്കിയിട്ട് കെട്ടിയാ തോക്കേണ്ടി വരാം. തോറ്റിട്ടില്ല. ഈ പറഞ്ഞതിന്റെ അർത്ഥം പറഞ്ഞാ നിങ്ങൾ എന്റെ വയല് കേൾക്കുമ്പോ വിചാരിച്ചോണ്ട, അല്ലാ ഇയാള് ചെല്ലിയ പോലത്തെ വയല് ചെല്ലിയ പോലത്തെ ഇങ്ങനെയുള്ള തിരിയ എന്റെ തിരിയായിട്ടുമില്ല, അങ്ങനത്തെ മാപ്പിള ഞാനും ആയിട്ടില്ലല്ലോ റബ്ബേ. ഇന്ന് അസർക്കും കട്ടൻ ചായക്കും മധുരം കൂടിനല്ലേ, ഞാൻ എല്ലോണം പിണങ്ങിനല്ലേ? അസാരില്ല, അത് റസൂലുള്ളാഹിന്റെ പേരിലും പിണങ്ങിന്, അത് ഉമർ ഖത്താബ് തങ്ങളെ പേരിലും പിണങ്ങിന്. അങ്ങനത്തെ ചെറിയ ചെറിയ പിണക്ക് വേണോ? നിങ്ങൾ വലിയ തളുവാറും കത്തിയെടുത്തില്ല, ചെറുത്ത് അത് സൗന്ദര്യ പിണക്കാണ്. അതിന്റെ പേരെന്നല്ലേ, അതൊരു ചന്താണ്, അതവിടെ തീരണോ? ഇത് 3 മാസം മുണ്ടൊന്നില്ല, കൊണ്ടത്തിൽ വെച്ച് വേണ്ട. ഏതൊരു മാപ്പിളും തിരികളും പിണങ്ങിയല്ല, പിണങ്ങിയിട്ട് മുണ്ടുന്നേ ഇല്ല. എന്താ കട്ടകാലത്തിന് പിണങ്ങി അന്ന് തന്നെ ഓന്റെ വാച്ചിന്റെ ബാറ്ററിയും പോയി, വാച്ച് ബന്ദ്, എൽഡ്രാമും ഇല്ല, മൊബൈലും സ്വിച്ച് ഓഫ്. ഒരു കടലാസ് എഴുതിട്ട് വെച്ചോ, സുബൈക്ക് 4:30 മണിക്ക് എന്നെ വിളിക്കണോ? കാരണം ഇഷാർത്താന്നില്ല, ഞങ്ങൾക്ക് ചെല്ലൊന്നില്ല, മുണ്ടുന്നില്ലല്ലേ പിണങ്ങിട്ട്. സുബൈക്ക് 4:30 മണിക്ക് എന്നെ വിളിക്കണോ കടലാസ് എഴുതിട്ട് വെച്ചോ. ഉറങ്ങിയോ? അവ എപ്പോഴത്തെ പോലെ നിസ്കാരമല്ലോ ഉള്ള, നാവ് മാത്രം 12 ഇഞ്ച് എന്നോ നിസ്കാരമല്ലോ ഉണ്ട്. ഓനെക്കാളും പിന്നെ എനിക്ക് നിസ്കരിച്ച് നോക്കുമ്പോ ഒരു കടലാസ് ഇങ്ങനെ ഫാൻ്റെ കാറ്റിക്ക് പാർന്നാണ് എപ്പോഴും ഇല്ലാത്തത്. മൊബൈൽ എടുത്തിട്ട് നോക്കുമ്പോ സൊബൈക്ക് 4:30 മണിക്ക് എന്നെ വിളിക്കണോ എന്ന് എഴുതിന് മാപ്പിള. ഓന്തൊക്കെ അറിഞ്ഞ പെന്നും കൊണ്ടുവന്ന കടലാസും കൊണ്ടുവന്ന ഞാൻ 3:45 എണിച്ചില്ല. നിങ്ങൾ മുണ്ടാത്തതുകൊണ്ട് ഞാൻ വിളിച്ചില്ല, അല്ലെ എഴുതിട്ട് അവിടെ വെച്ചിട്ട് പോയാ. അത് പറ്റല്ല, ആ പിണക്കല്ല ഈ പറഞ്ഞ സൗന്ദര്യ പിണക്കം. അത് മഹാന്മാരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈമാനുള്ളവരാകുമ്പോ, നല്ലവരാകുമ്പോ, നല്ല മാപ്പിളയാണെങ്കിൽ, അള്ളാനെ പേടിക്കുന്ന നല്ല മുഅ്മിനാണെങ്കിൽ, അവന് ചിലപ്പോ ഭാര്യമാരിലൂടെ ചില പരീക്ഷണങ്ങൾ ഏറെയുണ്ടാകും. അത് നല്ല മുഅ്മിനിന്റെ, അല്ലാഹനെ അറിഞ്ഞ മുഅ്മിനിന്റെ ലക്ഷണമായി ഇമാമിങ്ങൾ കിതാബിൽ പറഞ്ഞതാണ്. അതേ സമയത്ത് നല്ല ഭാര്യയാണെങ്കിൽ, ദീനീ ബോധമുള്ള പെണ്ണാണെങ്കിൽ, അല്ലാഹനെ അറിഞ്ഞു ജീവിക്കുന്ന ഭാര്യയാണെങ്കിൽ, അവൾക്കും അങ്ങനെ ചിലപ്പോ ഭർത്താവിൽ നിന്നിട്ട് നല്ല പീഡനങ്ങൾ ഉണ്ടാകും. അവിടെയെല്ലാം ക്ഷമിച്ച് സഹിച്ച് കടമകളെല്ലാം അതിന്റെ മട്ടം പോലെ നിർവഹിച്ച് നല്ല നിലക്ക് മുന്നോട്ട് പോയാൽ ആ ജീവിതത്തില് ബർക്കത്തുണ്ട്, ആഖിറത്തില് കൂലിയുണ്ട്. പറഞ്ഞു വന്നത് പെണ്ണിന്റെ കാശും പൊന്നും നോക്കിയിട്ട് പെണ്ണ് കെട്ടണ്ട. ഇയകൂനോ ഫുഖറാ യുഗ്നിഹുമുല്ലാഹ്, പരിശുദ്ധ ഖുർആനാണ്. ഫൻകിഹൂ മാ താബ ലക്കും മിനൻ നിസാഇ വഅൻകിഹൂ, വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ
വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, അതേ വഅൻകിഹുൽ അയാമ മിൻകും വസാലിഹീന മിൻ ഇബാദിക്കും വഇമാഇക്കും. നിങ്ങൾ നല്ലവരെ നോക്കിയിട്ട് കെട്ടിക്കോളൂ, നല്ലവരായ അടിമകളെ നോക്കിയിട്ട് കെട്ടിക്കോളൂ, നല്ല പെണ്ണുങ്ങളെ നോക്കിയിട്ട് കെട്ടിക്കോളൂ. ഇയകൂനു ഫുഖറാ, നിങ്ങൾ കാശില്ലാത്തവരാണ്, പൈസ ഇല്ലാത്തവരാണ്, ഗതിയില്ലാത്തവരാണെങ്കിൽ പൈസ ഇല്ലല്ലോ, ചെലവിനില്ലല്ലോ, മംഗലങ്ങനെ നടത്തുന്നതെന്ന് ബേജാറ് വേണ്ട. ഇയകൂനു ഫുഖറാ യുഗ്നിഹുമുല്ലാഹ്, നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു സമ്പത്ത് നൽകും. കല്യാണം ആ പേര് പറഞ്ഞിട്ട് മാറ്റിവെക്കണ്ട. പൈസ ഇല്ലാലോ, പൈസ ഇല്ലാണ്ട് എന്താക്കുന്ന, കാശില്ലാണ്ട് മംഗലെടുക്കുന്ന കാണാ. ചില ബാപ്പമാർ പറയലുണ്ട്, മോനെ എപ്പോഴും ബജാറിൽ കാണുന്നത് നിങ്ങളെ മോ അല്ലേ, ഒക്കെ ബജാറ് ഒക്കെ എൻ്റെ മോൻ തന്നെ മങ്ങല മോനെ മംഗല, മോന് പണിയില്ല, പൈസ ഇല്ല, മോന് 5 പൈസ ഇല്ല, മംഗല പൈസ ഇല്ലാത്തതിന് മംഗലാക്കാട്ടിരിക്കാൻ കഴിയ. പണിയില്ലെങ്കിൽ തെറ്റാണ്, പണിയെടുക്കണം. അതേ സമയത്ത് ഞങ്ങൾ ഈ വലിയ സമ്മേളനം പോലത്തെ മംഗലാക്കണമെങ്കിൽ കോടി ഉണ്ടെങ്കിൽ മതിയാവും. മുസ്തഫായ റസൂലുള്ളാഹി പറഞ്ഞത് ഏറ്റവും നല്ല മംഗലം ചെലവ് കുറഞ്ഞതാണ്. മംഗലിപ്പം ഞാൻ ആ ഭാഗത്തെല്ലാം പോകുന്നില്ല, ഇത് വിശാലമായ വിഷയമായതുകൊണ്ട് ഇത് എവിടെ എത്താലെന്ന് പറഞ്ഞാൽ അറിയുന്നതുകൊണ്ട് ഞാനൊരു ഭാഗം മാത്രമേ പറയുന്നുള്ളൂ. ഞാൻ ഈ ഭർത്താവിന്റെ കടമ, ഭാര്യന്റെ കടമ ഒന്നും കൂടുതൽ പറയാൻ സമയമില്ല. മംഗലം എങ്ങനെ പോകണമെന്ന് പറയാനും സമയമില്ല. എന്നാലും പറയട്ടെ, വജാലുഹാ ഫിൽ മസ്ജിദി, മംഗലം നിങ്ങൾ പള്ളിയിലാക്കണം. ഹോൾ തേടിയിട്ട് പോകേണ്ടതല്ല, മംഗലം പള്ളി. പിന്നെ അന്ന് ദഫെല്ലാം മുട്ടിയിട്ട് ബുറുദെല്ലാം പാടിയിട്ട് നല്ല കാര്യം ചെയ്യണോ. ചെണ്ട മദ്ദളം ഗാനമേള ഇത് ചെല്ലുമ്പോ ഉസ്താദെ എനക്ക് മനസ്സുണ്ടോ, ബാലക്കാരൻ കേൾക്കുന്നില്ല, ബാലക്കാരൻ കേൾക്കുന്നില്ലെങ്കിൽ ചെല്ലി ഈ പറഞ്ഞുള്ളിൽ നടത്തണ്ടാന്ന്. ബാപ്പല്ലേ നിങ്ങ ഇത്ര കാലം പോയിട്ടില്ലേ, ചെല്ലുവാനോട് അല്ല പൊരുത്തപ്പെടുന്ന നിലക്ക് നടത്തിക്കൊള്ളണം മോനെ. നീ കേട്ട 10 അല്ല 1 ലക്ഷം ഞാൻ ഏറെ തരും ഉമ്മ. നീ എന്റെ കണ്ണ്, നീ എന്റെ കിടാവും മാത്രം, വേണ്ടാത്തൊന്നും വേണ്ട. അല്ല ചെങ്ങന്മാർ വിടുന്നില്ല, ചെങ്ങന്മാരിൽ ചന്തത്തിൽ ചെല്ലി നിനക്ക് 4 ജ്യൂസ് ഏറെ തരാറാ, വേണ്ടാത്തലേക്കൊന്നും പ്രവേശനം ഇല്ല, ചെല്ല്. നിനക്ക് അതും ചെല്ലാനാന്നില്ലേ, മംഗലെടുക്കണ്ട നീ ഇവിടെ ഓ. ഞാൻ ബാപ്പ, അത് ചെല്ലാനുള്ള ബെറ്ററി ബാപ്പാക്ക് വേണോ? നമ്മളെ പേരിന്റെ ഉള്ളിലുള്ള ഈ മാനു ഇസ്ലാം ഇപ്പൊ എത്ര മണിയോളം മംഗലത്തിന്റെ അന്ന് എത്ര മണിയോളം? 11:30 മണി വരെ. എന്തു ഏറിയെങ്കിൽ 11:30-12 മണി വരെ അല്ലേ? എന്ത് ഈമാൻ, എന്ത് ഇസ്ലാം! എല്ലാ തങ്ങന്മാറും എല്ലാ പള്ളിന്റെ ഉസ്താദുമാറും പൊയ്യത്ത വലി ജമാഅത്തിന്റെ അണ്ടറിൽ എത്ര മഹലുണ്ട്, എല്ലായിടത്തും ഹത്തിമാറും ആജിമാറും എല്ലാം. അതിന്റെ ഇടയ്ക്ക് തങ്ങൾ അവിടുന്ന് വിളിച്ചിന് ഇവിടുന്ന് വിളിച്ചിന് എല്ലാവരും ഉണ്ട്. യാ അല്ലാഹ്, ഈമാൻ ചൊരിയുന്ന മജ്ലിസ്. അങ്ങനെ 11:25 പുതിയ ആപ്പിള വന്ന് കോട്ടും ഓവർ കോട്ടെല്ലാം ഇട്ടിട്ട് മഹ്ദി മമ്പരും പോലെ. ഈമാനി ഇറ്റുന്നല്ലേ ചൊരിയത്, തലയിൽ തൊപ്പി, അത് ഇത് ഷെർവാനി, ആ ബിരിയാണി എല്ലാം ഉള്ളാണി ഉണ്ട്. ആ ഇട്ടിട്ടോ വരുന്ന കാണുമ്പോ ദമസ്കസ് പള്ളിന്റെ മീത്ത മഹദി മാമ ഇറങ്ങി അത് വിചാരിച്ചോളാം. ആ നിലക്കോൻ വരുന്നോ, ഓന്റെ ബാക്കിന്ന് ഓന്റെ ബാപ്പ വന്നിന് ഈസാ നബി വന്ന പോലെ അതിന്റെ ഡബിൾ കോട്ടിട്ട് അല്ലെ ഈമാൻ ഇസ്ലാമിന്റെ കോലം പറയുന്നത്. എന്നിട്ട് ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅല്ലാഹു ബൈനക്കുമാ, തങ്ങളെ ദുആഉ എല്ലാം കഴിഞ്ഞ് ഒരു ചന്തത്തിൽ പിരിഞ്ഞ് സുബ്ഹാനല്ലാഹ് 2:30 മണിക്ക് തുടങ്ങിയല്ലേ ഡിജെ ലേ. നമ്മളെ കമ്മിറ്റിക്കാർ ആക്കിയത് അങ്ങനെ, കമ്മിറ്റിക്കാരാക്കുന്നതും അങ്ങനെ. ഉസ്താദ് പിന്നെ ഒരു വിഷയമുണ്ടോ, നമ്മൾ അയാളെ മോന്റെ മംഗല ഇന്ന് അല്ലേ 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 ഒക്കോ. അപ്പൊ പിന്നെ ഉസ്താദ് ഒരു വിഷയമുണ്ട്, എന്തറിഞ്ഞ ഇവിടുത്തെ കമ്മിറ്റിക്കാർ വിഷയമല്ല, ഇവിടുത്തെ വിഷയമല്ല, പേടിച്ചിട്ടല്ല. ഞാൻ ഈ ചെന്ന സ്റ്റൈൽ കൂടുണ്ടെങ്കിൽ കൂടെ തന്നെ വരുന്നാണ്ട് വിളിക്കണ്ട. പിന്നെ പോകുമ്പോ 500 രൂപ കുറക്ക്, തീർന്നു. വേറെ ആനകുതിരം താവാനല്ലേ ഇവിടെ. ആരും എന്നെ പീസാക്കിയിട്ട് സോപ്പിന്റെ വെട്ടിയിലകത്തൊക്കെ എടുത്താൽ. ചില കമ്മിറ്റിക്കാർക്ക് ഒരു പണിയുണ്ട്, എന്തറിഞ്ഞ എന്ത് എന്ത് ഒരു ചെല്ലു ഉസ്താദിൽ വന്നിട്ട് ഉസ്താദെ അയാളെ മോന്റെ മംഗല ഇന്ന് അവിടെ ചെന്ന് കേൾക്കുന്ന എങ്ങനെ ഇല്ലെങ്കിൽ അവർ DJ സംഘം വിളിച്ചിന്, കണ്ണൂർന്നു മാപ്പിള സംഘം വിളിച്ചിന്, മംഗലാപുരത്ത് നിന്ന് ഒപ്പന സംഘം വിളിച്ചിന്, ധർമ്മസ്ഥലത്ത് നിന്ന് യക്ഷഗാന ബയലാട്ട സംഘത്തിനെയും വിളിച്ചിന്, ജല്ലകെട്ടിന്. അപ്പൊ ഉസ്താദ് നിങ്ങൊരു വിഷയാക്കി, നിങ്ങൾ ആ ടൈം ആകുമ്പോഴൊക്കെ കാറെടുത്തോണ്ട് വന്നെങ്കിൽ ഇത് കത്തിയുസ്താലി ചെന്ന കമ്മിറ്റി, മഹാന്മാരായ കമ്മിറ്റി, കത്തിയുസ്താലി ചെന്നറിയാ നിങ്ങൾ ആ കഡ്ലാസും കാര്യം മുക്കുറിക്ക് ഉസ്താദിൽ കൊടുത്തിട്ട് നിങ്ങൾ പിടി, അയാളെ പൊട്ടി നിങ്ങൾ പാടി,
നിങ്ങൾ ഞങ്ങളെ ജമാഅത്തിന്റെ തീർമാനം നല്ല തീർമാനം തന്നെ. കാരണം അത് അയാൾക്കൊരു പനിഷ്മെന്റ് ആണ്, അവർക്കൊരു ബോധം വരാൻ, ഇനി അങ്ങനെ ആവർത്തിക്കാതിരിക്കാൻ. അനിസ്ലാമികമായ അനാചാരങ്ങൾക്ക്, ഇസ്ലാമികമല്ലാത്ത പ്രവർത്തനങ്ങൾക്ക് ഞങ്ങളെ ജമാഅത്തിൽ അലൗഡില്ല എന്ന ബോധം വരുത്താൻ ഈ തീർമാനം നല്ലതാണ്. നല്ലതന്നെ. അങ്ങനെ കത്തി പോയിട്ടില്ല. ഈ വന്നിട്ട് ചെല്ലിയ 12 കമ്മിറ്റിക്കാർ എന്തൊക്കെ അറിഞ്ഞ ഇയാൾ വേണ്ടി ചെല്ലിയിട്ട് ഇയാൾ ഇരുത്തിയിട്ട് 11:30 മണിക്ക് നിൽക്കാൻ്റെ ടൈമിൽ 12 കമ്മിറ്റിക്കാരും പോയിട്ട് പൊക്കിള് വിരിയോളം നിന്നിട്ട് വന്നല്ലേ ഇയാള് പട്ടിണി. ആർക്ക് പിന്നീട് നിങ്ങൾ ചെല്ലണോ, നിങ്ങൾ പ്രസംഗിക്കണോ? ആർക്ക്? സത്യത്തിൽ ഇങ്ങനെയുള്ള അനാചാരങ്ങൾക്കെതിരെ ദിട്ടനിർധാര ധീരമായ നിലപാടെടുക്കേണ്ടത് ഉസ്താദുമാരുടെ പറച്ചലിനേക്കാളേറെ നാട്ടിന്റെ മഹല്ല് നേതൃത്വമാണ് അഹ്ലുൽ ഹല്ല് വൽ അഖ്ദ് കമ്മിറ്റിക്കാർ. അവർ ഇടപെടണം. അവർക്ക് സ്വിച്ച് ഇടുന്ന പണി മാത്രമല്ല.